ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രൻ കടയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്ത് സുശീല അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട്, അമ്മ ഒന്ന് സത്യനോട് സംസാരിച്ച് ഒന്ന് കടയിലേക്ക് വരാൻ വേണ്ടി പറയണം. സത്യനോട് ഓണമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരിക്കും, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ, അതിനെന്താ, നിനക്ക് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ, നീയല്ലേ സത്യനുമായിട്ട് ഇപ്പോൾ കൂടുതൽ അടുപ്പമുള്ളത്, എന്നെ ഒരു ശത്രുവായി കാണുന്നവനാണ് അവൻ, അപ്പോൾ ഞാൻ പറഞ്ഞാലുണ്ടോ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും പറയരുത് അമ്മ, അമ്മ തന്നെയല്ലേ ഞങ്ങളെ അവരും വളർത്തിയത്. അന്നൊക്കെ അമ്മ പറയുന്ന നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഞാനും സത്യനും ഒക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ അമ്മ സത്യനോടും സോനയോടും ഒന്ന് നല്ലതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ ഉറപ്പായും അവർ എല്ലാം അമ്മ പറയുന്നത് കേൾക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് സുധൻ വെപ്രാളം പിടിച്ച് ടെൻഷനായിട്ട് ഓടിപ്പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ സുധനെ കാണുന്ന സമയത്ത് സുശീലയും ഇന്ദ്രന് ചോദിക്കുകയാണ് എന്താണ് എന്ന്. കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, പ്രതിഭയുടെ കല്യാണം മുടങ്ങുമെന്നാണ് തോന്നുന്നത്, എനിക്ക് എപ്പോഴും കര കയറാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാണ്ട്. അപ്പോൾ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ, പയ്യൻ്റെ അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതായി, ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്, ഇനിയിപ്പോൾ കല്യാണം നീട്ടിവെക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. 2 മാസത്തെങ്കിലും കല്യാണം നീട്ടിവെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് എല്ലാം തന്നെ വെറുതെയാവും എന്നൊക്കെ പറഞ്ഞു സുധൻ ടെൻഷനോട് കൂടി സംസാരിക്കാണ്ട്. ഒരു താലികെട്ട് ചടങ്ങെങ്കിലും ഒന്ന് നടന്നാൽ മതി, ആഘോഷമായിട്ട് ഒന്നും തന്നെ വേണ്ട, എന്നാൽ പിന്നെ എനിക്കൊരു സമാധാനമായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രനും സുശീലയും ഒരുപോലെ പറയുകയാണ്, ഇനി അങ്കിൾ ടെൻഷൻ ആവുകയൊന്നും വേണ്ട, നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ടൊന്ന് സംസാരിക്കാം, എന്നിട്ട് താലികെട്ട് ചടങ്ങെങ്കിലും ഒന്ന് നടന്നാൽ മതി എന്ന് അവരോട് പറയാം എന്ന് പറയുമ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ എനിക്കത് വലിയൊരു ആശ്വാസമാവും എന്നും പറഞ്ഞ് ഇന്ദ്രനെയും സുശീലയെയും കൂട്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പ്രതിഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് സച്ചി സാറും ഗോകുലും ഇന്ദുവും ഗോകുലിൻ്റെ അമ്മയും ഒക്കെ കൂടി സംസാരിക്കുകയാണ് രാഹുലിൻ്റെ കാര്യം. ഇത്ര സംശയമുള്ളവനെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത്. ആദ്യമേ നമുക്ക് ഈ രാഹുലിൻ്റെ കല്യാണം വേണ്ട എന്ന് വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഗോകുൽ പറയാണ്. അപ്പോൾ ഇന്ദു പറയാണ്, ശരിയാണ് ഏട്ടൻ പറഞ്ഞത്, സത്യേട്ടൻ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അയാൾക്ക് സംശയമുണ്ടായിരുന്നു, അപ്പോഴേ നമ്മൾ ഇത് വേണ്ടാന്ന് വെക്കണമായിരുന്നു, എങ്കിൽ എനിക്കിന്ന് നാണക്കേടുണ്ടായിരുന്നില്ല എന്ന് ഇന്ദു പറയുമ്പോൾ, മോൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട, പക്ഷേ ഏട്ടാ എനിക്കിപ്പോൾ ഏട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് വിഷമം വന്നത്, വെറുതെ മഞ്ചാടിയുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെക്കേണ്ടായിരുന്നു എന്ന് അതിന് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായും മഞ്ചാടിയും മാഷും ഇവിടെ വന്ന് അക്കാര്യം പറയുമായിരുന്നു. കാരണം അവരുടെ വീട്ടിൽ പോയിട്ട് സുശീല ആൻറ്റി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങും മഞ്ചാടിയുമായി ഞാൻ കല്യാണം കഴിക്കുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞു പരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് മഞ്ചാടിയും മാഷും സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇനി ഏട്ടാ നമുക്ക് അവിടെ പോയി സംസാരിച്ചാലോ എന്ന് പറയുമ്പോൾ, അത് വേണ്ട, ഞാനായിട്ട് ഇപ്പോൾ അവിടെ പോയിട്ട് ഈ കല്യാണം വേണ്ട എന്ന് വെച്ചില്ലേ, പിന്നെ എൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ. മഞ്ചാടിയെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടായിരുന്നില്ല, കാരണം അവൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, പഠിപ്പ് പോലും തീരാതെ മഞ്ചാടിയുമായിട്ടുള്ള കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് തെറ്റ് തന്നെയായിരുന്നു, ഇനിയിപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ സച്ചി സാർ പറയണ, എങ്കിൽ നമുക്കിനി എത്രയും പെട്ടെന്ന് ഇന്ദുവിൻ്റെ കല്യാണം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയട്ടോ. അപ്പോൾ ഗോകുലിൻ്റെ അമ്മ പറയുന്നുണ്ട്, അതിന് ഇനി എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് വെച്ചാൽ ഇനി ഈ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ജോത്സ്യർ പറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ നടത്തുകയും വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ, അതിന് ഇനി 10-40 ദിവസം കൂടിയുണ്ട്, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഇനി കല്യാണം ഉറപ്പായി നടത്താൻ കഴിയില്ല, അതുകൊണ്ട് ഈ 40 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മോളുടെ ഒരു നല്ല പയ്യനെയും കണ്ടെത്തി ഞാൻ ആ വിവാഹം നടത്തുമെന്നൊക്കെ സച്ചി സാർ ഒരു തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ഇന്ദുവും അതിനോട് അംഗീകരിക്കാൻ കേട്ടോ, അച്ഛൻ എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കും എന്നുള്ള ഭാവത്തിൽ. പക്ഷേ ഇന്ദുവിൻ്റെ മനസ്സിൽ ഗോകുലും മഞ്ചാടിയും തമ്മിലുള്ള കല്യാണം മുടങ്ങിയതിൻ്റെ ആ ഒരു വിഷമം. അങ്ങനെ ഗോകുൽ ഇന്ദുവിനോട് പറയുന്നുണ്ട്, മഞ്ചാടിയെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഇനിയൊരു സംസാരവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോകുൽ മനസ്സിൽ നിന്നും മറന്നു കളയുകയാണ്. പിന്നീട് ദാസാറും രഘുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സച്ചി സാറിൻ്റെ മോളുടെ കല്യാണം മുടങ്ങിയതും അവർ ആരെയും ഇതുവരെയും ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇനി എത്രയും പെട്ടെന്ന് ഇന്ദുവിന് നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം നടത്തണമെന്നാണ് സച്ചി സാർ പറഞ്ഞിട്ടുള്ളത്. മഞ്ചാടിയുടെയും ഗോകുലിന്റെയും കല്യാണം അതും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ദാസ് സാറ് ഓണം ആഘോഷിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക്, രഘു ഓണം ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്കും പോവുകയാണ്. പിന്നീട് ഇന്ദ്രനും സുശീലയും കൂടി പ്രതിഭയുടെ കല്യാണം മുടങ്ങിയതിനെ കുറിച്ച് വിഷമത്തോടു കൂടി സംസാരിക്കുകയാണ് സുശീല ഇന്ദ്രനോട്. അപ്പോൾ പ്രതിഭയുടെ കല്യാണം മുടങ്ങിയത് നല്ല വിഷമമുള്ള കാര്യമാണ് എന്നുള്ള കാര്യമൊക്കെ സങ്കടത്തോടു കൂടി സുശീല പറയുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ശ്യാമും സത്യനും കൂടി വരുന്നത്. കട പൂട്ടിയ ശേഷമാണ് അവർ രണ്ടുപേരും കൂടി വരുന്നത്. അങ്ങനെ സത്യ നല്ല ദേഷ്യത്തോട് സുശീലയുടെ അടുത്തേക്ക് വരുന്നത്.
എന്നിട്ട് പ്രതിഭയുടെ കല്യാണം മുടങ്ങിയ കാര്യം വിഷമത്തോടു കൂടി അമ്മയുടെ അഭിനയം കൊള്ളാമെന്നും പറഞ്ഞ് സത്യൻ ദേഷ്യത്തോടു കൂടി സംസാരിക്കേണ്ട. അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് പ്രശ്നം, എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ കാരണം ഇപ്പോൾ 2 പേരുടെ ജീവിതമാണ് ഇല്ലാതായത്, 2 കല്യാണമാണ് അമ്മ മുടക്കിയത് എന്ന് പറയുമ്പോൾ എന്താ സത്യം നീ പറയുന്നത് എന്ന് ചോദിക്കേണ്ട ഇന്ദ്രൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് സുശീല പറയുമ്പോൾ അമ്മ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കേണ്ട, ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. മഞ്ചാടിയുടെയും ഗോകുലിൻ്റെയും കല്യാണം മുടങ്ങാൻ കാരണം, അവരുടെ നിശ്ചയം വരെ വേണ്ടാന്ന് വെക്കാൻ കാരണം അമ്മ അവിടെ പോയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. മഞ്ചാടി കാരണമാണ് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങുന്നത് എന്ന് അമ്മ അവിടെ പോയി പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. പിന്നെ രാഹുലിൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മ തന്നെയാണ് മഞ്ചാടിയെക്കുറിച്ചുള്ള മോശം വാക്കുകളൊക്കെ പറഞ്ഞതും ഇന്ദുവിനെക്കുറിച്ച് പറഞ്ഞതും എല്ലാം തന്നെ അമ്മ കാരണമാണ് ഇപ്പോൾ 2 പേരുടെയും കല്യാണം മുടങ്ങിയിട്ടുള്ളത് എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ഇന്ദ്രനും നന്നായിട്ട് ദേഷ്യം വരും. അപ്പോൾ ശ്യാമ സത്യനോട് പറയുന്നുണ്ട്, ഇനി അക്കാര്യത്തെക്കുറിച്ച് പറയേണ്ട സത്യ, നീ ഇവിടേക്ക് വരുന്നു, വെറുതെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ ശ്യാമ പറയാൻ കേട്ടോ. അങ്ങനെ സത്യൻ അകത്തേക്ക് ദേഷ്യപ്പെട്ടിട്ടാണ് പോവുകയാണ്. അമ്മയുടെ ഈ ദുഷിച്ച ബുദ്ധി കാരണമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, ഇതൊക്കെ എവിടെ കൊണ്ടുപോയി ഈ പാപങ്ങളൊക്കെ എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അമ്മ എന്തെല്ലാമാണ് ഇനി അനുഭവിക്കേണ്ടി വരിക എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രനാണെങ്കിൽ ഒന്നും മിണ്ടാതെ സുശീലയെ ഒന്ന് ദേഷ്യത്തോട് കൂടിയിട്ടൊന്ന് നോക്കുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നടക്കുക, അമ്മ ഇനി എന്നാണ് നന്നാവുക എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഇന്ദ്രൻ സുശീലയോട് ഒരക്ഷരം മിണ്ടാതെ തുറിച്ചു നോക്കിയിട്ട് പോകുന്നത്. അപ്പോൾ സുശീലക്കാണെങ്കിലോ ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ. എല്ലാവരുടെയും മുന്നിൽ സുശീല നാണം കെടുകയും തല താഴ്ത്തി നിൽക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ചീരുവും അനുവും കൂടി സംസാരിക്കാൻ കേട്ടോ. ഗോകുലിൻ്റെയും മഞ്ചാടിയുടെയും കല്യാണം മുടങ്ങിയതിനെ കുറിച്ച് ഒരു കണക്കിന് അത് നന്നായുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മഞ്ചാടി സന്തോഷത്തോടു കൂടി വന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ മാമിനെ വിളിച്ചിരുന്നു, എനിക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഓണം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴത്തേക്കും അച്ഛനെ കൊണ്ട് എവിടെയെങ്കിലും ഹോസ്റ്റൽ ശരിയാക്കണം എന്നൊക്കെ സന്തോഷത്തോടു കൂടി പറയുമ്പോൾ അമ്പിളി പറയാണ്, ഇപ്പോൾ നിനക്ക് നല്ല സന്തോഷമായല്ലോ, നീ മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ശരിയായതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ചാടി ഒന്ന് പുഞ്ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ പഠിക്കണം, എന്നിട്ട് 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ അഭിമാനിക്കും, എനിക്കൊരു IPS ഓഫീസർ ആവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നീ പോലീസ് കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെ വല്ലാതെ അങ്ങ് ഭരിക്കുമല്ലോ എന്ന് തമാശയോട് കൂടി ചീരു പറയാണ്. അപ്പോൾ മഞ്ചാടി പറയാണ്, എനിക്ക് പാവം പിടിച്ച പെൺകുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നൊക്കെയാണ് മഞ്ചാടിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അമ്പിളിയോടും അനുവിനോടും ചീരുവിനോടും പറയുകയാണ്. അപ്പോൾ അമ്പിളി പറയുന്നുണ്ട്, ഞാനും രഘുവേട്ടനും കൂടിയിട്ട് ടൗണിൽ വന്ന് റൂം എടുക്കുക എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സച്ചി സാറിൻ്റെ റൂമിൽ പോയി താമസിക്കുന്നത്, സച്ചി സാറിൻ്റെ വീട്ടിൽ പോയി വാടകയ്ക്ക് ചോദിക്കുന്നത് ശരിയല്ല, ഇനിയിപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള കല്യാണമൊക്കെ മുടങ്ങിയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ വേറെ ഏതെങ്കിലും റൂം ശരിയാവുകയാണെങ്കിൽ അപ്പോൾ നീ ഞങ്ങളെ കൂടെ താമസിക്കില്ലേ എന്ന് മഞ്ചാടിയോട് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ അപ്പോൾ അവിടെ തന്നെയാണ് വന്ന് പഠിക്കുകയുള്ളൂ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും സൗകര്യമുണ്ടാകുമല്ലോ അമ്പിളി ചേച്ചിയുടെയും രഘുവേട്ടൻ്റെയും കൂടെ താമസിക്കുന്ന സമയത്ത്. രഘു വീട്ടിൽ വന്ന ശേഷം രഘു പോവാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത് മാഷ് വന്നിട്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് സച്ചി സാറുമായിട്ടുള്ള ബാധ്യത തീർക്കണം എന്ന് പറയുമ്പോൾ രഘു പറയാണ്, അതിന് ഇനി എന്താണ് ഒരു വഴി, ഞാൻ സ്റ്റേഷനിലായിരുന്ന സമയത്തുള്ള പൈസയും ഈ വീടിൻ്റെ ബാധ്യത തീർത്ത പൈസയും എല്ലാം കൂടി 25 ലക്ഷമാണ് നമുക്ക് സച്ചി സാറിന് കൊടുക്കാനുള്ളത്, അതിനി എന്താ അപ്പോൾ ചെയ്യുക എന്ന് രഘു പറയുന്ന സമയത്ത് മാഷ് പറയുകയാണ്, നമ്മൾ ആദ്യം തീരുമാനിച്ച ആ തീരുമാനം തന്നെ ഇനിയും ചെയ്യാം, ഈ വീട് വിൽക്കാം, എന്നിട്ട് എത്രയാണ് പൈസ കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ ബാധ്യത സച്ചിയുടെ ബാധ്യത തീർക്കണം, സച്ചി ഒരിക്കലും എന്നോട് പൈസ ചോദിക്കുമെന്നുമില്ല, പക്ഷേ നമ്മളത് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് സച്ചിയുടെ ബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ രഘുവും മാഷും കൂടി തീരുമാനിക്കാണ്ടോ. അങ്ങനെ വീട് വീണ്ടും വിൽക്കാം എന്നുള്ള തീരുമാനത്തിലാണ് മാഷ് ഉദ്ദേശിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ മാഷിന് ഒരു കത്ത് കിട്ടുകയാണ്, മാഷിൻ്റെ ഭാര്യയുടെ അമ്മയാവട്ടോ ആ കത്ത് എഴുതിയിട്ടുണ്ടാവുക, എന്നിട്ട് ആ കത്തിൽ പറയുന്നുണ്ട് മുഴുവനായിട്ടും ഇത് വായിക്കണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ആ കത്തിൽ ഓരോ വരികളും എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ മാഷിനോടും ഭാര്യയോടും മക്കളോടും ചെയ്ത ആ ദ്രോഹങ്ങൾക്കെല്ലാം ഞാൻ പ്രായശ്ചിത്തമായി ചെയ്യുകയാണ് എന്നൊക്കെയാവും അതിൽ എഴുതിയിട്ടുണ്ടാവും. എനിക്ക് നിന്നെയും നിൻ്റെ മക്കളെയും എനിക്കൊന്ന് കാണണം, അതിനുവേണ്ടി നീ ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വരണം, എന്നെ ഈ വയസ്സുകാരൻ നിന്നോട് ചെയ്ത അഹങ്കാരമൊക്കെ എനിക്ക് അടിയറവ് പറയണം, അതുകൊണ്ട് നീ മക്കളെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വരണം, എൻ്റെ അഹങ്കാരവും എൻ്റെ ധാർഷ്ട്യവും എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ്, നീ എൻ്റെ അടുത്ത് മക്കളെയും കൂട്ടി കാണാൻ വരണം
എന്നൊക്കെ പറയണ്ട. അപ്പോൾ മഞ്ചാടി പറയുന്നുണ്ട് മാഷിനോട്, അച്ഛ നമുക്ക് അവിടേക്ക് പോവാം, അമ്മയുടെ ആഗ്രഹം നമ്മളിലൂടെ സാധിച്ചു കൊടുക്കാം, നമുക്ക് മുത്തശ്ശിയെ കാണാൻ വേണ്ടി പോവാം എന്നൊക്കെ മഞ്ചാടിയും ഒക്കെ കരഞ്ഞുകൊണ്ട് തന്നെ മാഷിനോട് പറയുകയാണ്. അങ്ങനെ മാഷും മഞ്ചാടിയും അനുവും അമ്പിളിയും ചീരുകയും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മാഷിനോട് ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാഷ് 5 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുകയാണ്. അങ്ങനെ അവിടേക്ക് പോവാം എന്നുള്ള തീരുമാനം മാഷ് എടുക്കുകയാണ് കേട്ടോ. ഇനി മാഷിനെ രക്ഷിക്കാൻ ഈ അമ്മയാവട്ടോ കൂടെ ഉണ്ടാവുക. ഒരുപാട് സ്വത്തിന് അവകാശി തന്നെയായിരിക്കും ആ അമ്മ. ഇനി മക്കൾക്ക് എല്ലാവർക്കും കൂടി ആ സ്വത്തുക്കളൊക്കെ കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലായിരിക്കും അമ്മ. അങ്ങനെ മാഷിൻ്റെ ബാധ്യത തീർക്കാനുള്ള സ്വത്തുകൾ എല്ലാം തന്നെ ഈ അമ്മ ആവട്ടോ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ സച്ചി സാറിൻ്റെ ബാധ്യതയും എല്ലാ കടങ്ങളും തീർക്കുന്നത് ഈ സ്വത്ത് കിട്ടുന്നത് കൊണ്ടായിരിക്കും.